ഹായ്, നമസ്തേ. നമ്മൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന ശിവകുണ്ടലിനി യോഗം ആയുഷ്കല നമ്മളിലേക്ക് എത്തിയത് ഒരു ഗുരു പരമ്പരയിൽ നിന്നാണ്. ഹിമാലയത്തിലെ അതിപൗരാണികമായ ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയിലെ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന ഗുരുവിന്റെ മാർഗമാണ് നമ്മൾ പിന്തുടരുന്നത്. ഇത് ആദിഗുരുവായ പരമശിവനിൽ നിന്നും ഉത്ഭവിച്ചതാണ്. മഹാവതാർ ബാബാജി, ഭോഗർ, വസിഷ്ഠൻ, ആദിനാഥൻ, ദത്താത്രേയൻ, അഗസ്ത്യർ, ഗോരഖ്നാഥ്, മത്സ്യേന്ദ്രനാഥ്, സച്ചിദാനന്ദ പരമഹംസ, നിഖിലേശ്വരാനന്ദ പരമഹംസർ, വിശ്വാമിത്രൻ തുടങ്ങി നിരവധി ഗുരുക്കന്മാരുടെ ഒരു പരമ്പരയിലാണ് ഈ ശിവകുണ്ടലിനി യോഗം ആയുഷ്കല നാം പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ മഹാവതാർ ബാബാജിയിലൂടെയാണ് ഞാൻ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസയിലേക്കും ആചാര്യ കൃഷ്ണകുമാർജിയിലേക്കും എത്തിയത്. ഇനി നിങ്ങൾക്ക് അറിയാനുള്ളത് ആയുഷ്കല എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതായിരിക്കും. അതുപോലെ ഈ പരിശീലനത്തിന്റെ ഗുണങ്ങൾ, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുമായിരിക്കും. പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുന്നേ ആയുഷ്കലയെക്കുറിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ അനുഷ്ഠാനം ചെയ്യുമ്പോൾ ജീവിതത്തിൽ പുലർത്തേണ്ട പ്രത്യേക നിയമങ്ങളോ ചുമതലകളോ ഉണ്ടോ എന്നെല്ലാം അറിഞ്ഞിരിക്കണം. ഇതിന്റെ സൈദ്ധാന്തികമായ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. നമ്മുടെ സമയവും ശ്രദ്ധയും ഊർജവുമാണ് ആയുഷ്കല പഠനത്തിനായി നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. എല്ലാവരുടെ ജീവിതത്തിനും ഒരു അടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയും അത്യന്താപേക്ഷിതമാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ഉടലെടുത്ത ഒരു വിദ്യയാണ് ആയുഷ്കല. ഭാരതീയ ഋഷി ഗുരു പരമ്പരകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ക്രിയ. ഇന്നത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമായി യഥേഷ്ടം ആളുകൾ പരിശീലിക്കുന്നു. പേരുപോലെ തന്നെ ആയുസിന്റെ ഒരു കല തന്നെയാണ് ഇത്. ഇതിന്റെ മൂലരൂപമാണ് ശിവകുണ്ടലിനി യോഗം. ഇതിൽ ലഘു പ്രാണായാമങ്ങളും ധ്യാന പരിശീലനങ്ങളും മന്ത്രങ്ങളും സങ്കല്പക്രിയകളും അടങ്ങിയിട്ടുണ്ട്. ആയുഷ്കല ലെവൽ 1 മുതൽ 11 വരെയാണ് ഉള്ളത്. ഇതിന്റെ ലെവൽ 1, ലെവൽ 2 പരിശീലനങ്ങൾക്കായി ചുരുങ്ങിയത് 20 അല്ലെങ്കിൽ 30 മിനിറ്റ് സമയം ആണ് ഒരു ദിവസം ചെലവഴിക്കേണ്ടത്. ലെവൽ 11 വരെ എല്ലാവരും പഠിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം ലെവൽ 1ഓ 2ഓ കഴിഞ്ഞ് നിർത്തേണ്ടവർക്ക് പിന്നീട് അങ്ങോട്ടുള്ള കാലം ലെവൽ 1ഓ അല്ലെങ്കിൽ 2ഓ ഏതാണോ പരിശീലിക്കുന്നത് അത് തന്നെ തുടർന്നും പരിശീലിച്ചു കൊണ്ട് പോകാം. അല്ല, ഇത് മുഴുവനായിട്ട് ഒരാൾക്ക് പഠിച്ചെടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് ലെവൽ 11 വരെയുള്ള ഭാഗങ്ങളും പഠിച്ചെടുക്കുക. കാരണം നമ്മൾ ഓരോ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തായാലും അടുത്ത ഭാഗം പഠിക്കണമെന്ന്. അത്രയ്ക്കും നമ്മളെ ലൈഫിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് ഒരു സമാധാനം, സന്തോഷമൊക്കെ നമുക്ക് ഇതിൽ കൂടെ കിട്ടും. അപ്പം നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളും പഠിക്കാൻ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പരിശീലന സമയത്തെക്കുറിച്ച് മുൻ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ബാക്കി തുടർന്നുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലും ഗൂഗിൾ മീറ്റുകളിലും പറഞ്ഞു തരുന്നതുമാണ്. ലെവൽ 1 പരിശീലനത്തിന്റെ കാലയളവ് 30 ദിവസമാണ്. പരിശീലനം തുടർച്ചയായി എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നേരം ചെയ്യണം. തുടർച്ചയായും ചിട്ടയായുമുള്ള പരിശീലനങ്ങൾ നമ്മെ എപ്പോഴും വിജയത്തിലേക്ക് മാത്രമേ നയിക്കൂ. നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? നിത്യവും അഭ്യസിച്ചാൽ ഏത് ബുദ്ധിമുട്ടുള്ള കാര്യവും വളരെ ഈസിയായി നമുക്ക് ചെയ്യാൻ കഴിയും. പരിശീലനങ്ങൾ രാവിലെയോ വൈകിട്ടോ ചെയ്യാം. എന്നിരുന്നാലും രാവിലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ ഒരു പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ സദാസമയവും ആ ഒരു പോസിറ്റീവ് എനർജി, ആ ശക്തി ഒക്കെ സദാ നമ്മളിൽ നിറഞ്ഞു നിൽക്കും. എല്ലാത്തിൽ നിന്നും ഒരു രക്ഷാകവചം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഏതൊരു പ്രവൃത്തി ചെയ്യാനും ഒരു പ്രത്യേക ഉത്സാഹവും ഉഷാറും ഉണ്ടാവും. ആയുഷ്കല പരിശീലനം നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യവും ശാന്തിയും ആത്മബലവുമൊക്കെ തരുന്നതാണ്. വളരെ ചെറിയ ഒരു പരിശീലനമാണ് ആയുഷ്കല. എന്നാൽ അതിന്റെ ഗുണം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം വലുതുമാണ്. അതുപോലെ ചെറിയ പരിശീലനം ആണെന്ന് കരുതി അലസതയോടെയോ അശ്രദ്ധയോടു കൂടിയോ ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ അതിൽ ലയിച്ച് ആസ്വദിച്ച് ചെയ്യുക. പരിശീലന സമയത്തും അല്ലാത്തപ്പോഴും മുഖത്തൊരു പുഞ്ചിരി സൂക്ഷിക്കുക.
മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നാണ് പറയുന്നത്. മനസ്സിൽ പുഞ്ചിരി നിറയ്ക്കാൻ എപ്പോഴും ഇത്തരം ക്രിയകൾ പരിശീലിക്കുന്നതിലൂടെ സാധ്യമാകും. അപ്പോൾ സദാ മുഖത്ത് പുഞ്ചിരി പടർത്താനും കഴിയും. ഈ പ്രപഞ്ചത്തിലെ തന്നെ വലിയൊരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മിലേക്ക് വരും എന്നതാണ് ഈ ഒരു നിയമം പറയുന്നത്. അതുകൊണ്ട് ആവശ്യത്തിലധികം ചിന്തിച്ചു കൂട്ടുന്നത് നിർത്തി നല്ല ചിന്തകളെ മാത്രം സൂക്ഷിക്കുവാനും കഴിയണം. നല്ല രീതിയിൽ ജീവിക്കണം, സന്തോഷമായി ജീവിക്കണം. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ അറിയാനും മനസ്സിലാക്കാനും കഴിയണം. അതിനുള്ള ഒരു വഴിയാണ് ആയുഷ്കല. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ആയുസ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. ഈ ജീവിതകാലം അത്രയും സമാധാനവും സന്തോഷവുമില്ലാതെ ജീവിക്കുവാൻ ആരും ഇഷ്ടപ്പെടില്ല. ഓരോരുത്തരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉതകുന്നതാണ് ഈ പരിശീലനം. ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എത്തിച്ചേർന്നതാണ് ഈ ഒരു പരിശീലനത്തിലും ഈ ഒരു ഗുരുവിനും ഈ ഒരു ആചാര്യനും ഈ ഗുരു പരമ്പരയ്ക്കും കീഴിൽ. അതുകൊണ്ട് തന്നെ എന്നെ അടിമുടി മാറ്റിയെടുക്കാൻ ഈ ഒരു പരിശീലനത്തിനു കഴിഞ്ഞു. ആദ്യ ദിവസം തന്നെ അനുഭവിച്ച സുഖവും സമാധാനവും സന്തോഷവും ഒന്നും ഒരു വിവരണത്തിൽ നിൽക്കുന്നതല്ല. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അന്തർലീനമായിരിക്കുന്ന ആ ഒരു ശക്തിയെ ഉണർത്തിയെടുക്കുക എന്നതാണ് ഈ പരിശീലനത്തിലൂടെ ചെയ്യുന്നത്. നമുക്കൊരു എക്സാം പാസ്സാകണമെങ്കിലോ ഒരു ജോലി കിട്ടണമെങ്കിലോ ഒരു ബിസിനസ്സിൽ വിജയിക്കണമെങ്കിലോ നന്നായി പരിശ്രമിക്കണം. വീട്ടിൽ വെറുതെ ഇരുന്ന് സിനിമയും കണ്ട് കളിച്ചു നടന്നാൽ എവിടെയും എത്താൻ പോകുന്നില്ല. കുടുംബ ജീവിതത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും വിജയിക്കണമെങ്കിൽ സമയവും ശ്രദ്ധയും ഊർജവും കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ പലയിടത്തും നമ്മൾ പരാജയപ്പെടാറുമുണ്ട്. അതിന് കാരണം മനസ്സാണ്. അതൊന്നും നടക്കില്ല, ചെയ്യേണ്ട, പോകേണ്ട, വളരില്ല, നമ്മളെല്ലാം ഇങ്ങനെ തന്നെയാണ്, നമുക്ക് പണമില്ല, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ, വിജയിക്കാനൊന്നും നമുക്കാവില്ല എന്നിങ്ങനെയുള്ള 100 കൂട്ടം നെഗറ്റീവ് ചിന്തകളാണ് മനസ്സ് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മനസ്സ് തന്നെ പലപ്പോഴും നമ്മുടെ മിത്രവുമാകാറുണ്ട്. അതിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നുവോ അതുപോലിരിക്കും അത് എന്നു മാത്രം. ഈ മനസ്സിനെ പോസിറ്റീവാക്കുന്ന, ക്രിയേറ്റീവാക്കുന്ന, എനർജൈസ് ചെയ്യിപ്പിക്കുന്ന വളരെ ലളിതമായ ക്രിയയാണ് ആയുഷ്കല. ഒരു വ്യക്തി എന്നാൽ ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ് എന്നീ 4 ഘടകങ്ങളുടെ സംയോജിത രൂപമാണെന്നാണ് ഋഷിമാരുടെ ഭാഷ്യം. ഈ 4 തലങ്ങളും ആരോഗ്യപൂർണമാവുകയും വികസിക്കുകയും വേണം. നമ്മുടെ ശരീരം എന്നാൽ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങൾ ചേർന്നതാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇതിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ആഹാരം കഴിച്ചും വെള്ളം കുടിച്ചും വായു ശ്വസിച്ചും ആരോഗ്യ നിയമങ്ങളെ പാലിച്ചുമൊക്കെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നല്ലതാവണോ മോശമാകണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. എല്ലാം മനസ്സിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുത്. ആയുഷ്കല പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ ചക്രങ്ങളെ, കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ, ഉയർത്താൻ നമുക്ക് കഴിയും. പല വിധത്തിലുള്ള രോഗാവസ്ഥ മാറാനും ആയുഷ്കല പരിശീലനം കൊണ്ട് സാധിക്കുന്നതാണ്. ആയുഷ്കലയിലെ പ്രാണായാമങ്ങൾ പരിശീലിക്കുക വഴി ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ കഴിയും. ടെൻഷൻ കുറയ്ക്കാൻ കഴിയും. അതുപോലെ ശ്വാസപ്രക്രിയ സുഗമമാവുന്നതോടുകൂടി ശ്വാസകോശ സംബന്ധമായ പല രോഗാവസ്ഥകൾക്കും മാറ്റം വരും. അലർജി, ആസ്മ ഒക്കെ ഒരു നിത്യരോഗമായി കണ്ടാണ് ഇന്ന് മെഡിസിൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു പരിശീലനത്തിലൂടെ മരുന്നിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരുവാൻ കഴിയും. അതുപോലെ ദേഷ്യം, പക, നെഗറ്റീവായ ഇമോഷൻസ്, നെഗറ്റീവായ വികാരങ്ങൾ എല്ലാം മാറ്റം വരും ആയുഷ്കല പരിശീലനത്തിലൂടെ. ചെറിയ പ്രായത്തിലെ ഇന്ന് ഡിപ്രഷനും ടെൻഷനും ആങ്സൈറ്റിയും എല്ലാം കാരണം കുട്ടികൾ വലയുകയാണ്. ഈ കുരുന്നു പ്രായത്തിൽ തന്നെ ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുന്നു. ഇത്തരത്തിലുള്ള വ്യക്തികളെല്ലാം തന്നെ നിർബന്ധമായും ആയുഷ്കല പരിശീലനം നടത്തുന്നത് നല്ലതാണ്. നമുക്ക് കിട്ടിയ ജീവിതം വെറുതെ നശിപ്പിച്ചു കളയാനുള്ളതല്ല. പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ പ്രാണന് വളരെ സുഗമമായ ഒരു സഞ്ചാരപാത ഒരുക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിൽ ആന്തരികമായി പല പ്രവൃത്തികളും നടക്കുന്നുണ്ടല്ലോ.
അത് നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഉണർന്നിരിക്കുമ്പോഴും ബാഹ്യമായി നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രാണൻ നമ്മുടെ ശരീരത്തിലുണ്ട്. പ്രാണന്റെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് പല രോഗാവസ്ഥകളും ഉണ്ടാകുന്നത്. ചിലയിടത്ത് പ്രാണന്റെ ഒഴുക്ക് കൂടുതലും ചിലയിടത്ത് കുറഞ്ഞും ഒക്കെ സംഭവിക്കാറുണ്ട്. ഇതിനെ ക്രമമായും സുഗമമായും ഒഴുകാൻ പ്രാണായാമം ചെയ്യുന്നതിലൂടെ സഹായിക്കും. നമ്മുടെ ഉള്ളിലെ ഒരു ശക്തിവിശേഷത്തെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഈ പ്രാണൻ നമ്മളിൽ നിന്നും പുറത്തു പോകുമ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് പറയപ്പെടുന്നത്. നമ്മളിലെ സത്തയാണ് പ്രാണൻ എന്ന് പറയാം. നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മമായ എല്ലാ പ്രവർത്തനവും നടക്കുന്നത് ഈ പ്രാണൻ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ പ്രാണന് പൂർവാധികം ശക്തി പ്രാപിക്കുന്നതിന് ഓം ജപിക്കുന്നത് ഏറ്റവും മഹത്തായ കാര്യമാണ്. ഇനി ഈ ഓം ജപിക്കുന്നത് ഒരു മതാധിഷ്ഠിതമായ കാര്യമാണെന്ന് ചിന്തിക്കരുത്. യോഗയ്ക്കും ആയുഷ്കലയ്ക്കും മതമില്ല. സംഗീതത്തിന് മതമുണ്ടോ? ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പാഴ്സിയും ജൂതനും അങ്ങനെ എല്ലാവർക്കും സംഗീതം പഠിക്കാം. അതൊരു ദൈവിക കലയാണ്, അതിന് മതമില്ല. അതുപോലെ ആയുഷ് കലയിൽ നാം മന്ത്രങ്ങളും ഓം ചാൻഡിങ്ങും ഉപയോഗിക്കുന്നു. ഈ ഓം ചാൻഡിങ്ങിനും മന്ത്രത്തിനുമൊന്നും യാതൊരുവിധ മതവും മതത്തിൻ്റെ വിലക്കോ കൽപ്പിക്കുന്നില്ല. ഓംകാരനാദയോഗം മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ വളരെയധികം മാറ്റം വരുത്തും, ഊർജ്ജസ്വലമാക്കും, മനുഷ്യന്റെ ചക്രങ്ങളെ എനർജൈസ് ചെയ്യും, മനസ്സിന് ശാന്തതയും സമാധാനവും തരും. ഇതിൽ ആയാസപ്പെട്ട് ചെയ്യേണ്ട ഒരു ക്രിയയും ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്കും ചെയ്യാം. പ്രായമായവർക്കും 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കും എല്ലാം ചെയ്യാം. നല്ല വെളിച്ചം കടക്കുന്ന വൃത്തിയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഏത് വസ്ത്രവും ധരിക്കാം. 30 ദിവസം നിങ്ങളൊന്ന് പരിശീലിച്ചു നോക്കുക. അതിനുശേഷം തുടർന്ന് പോകണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഇത് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ കഴിയും. ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക. താങ്ക് യു.